പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹാ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആഗോള ക്രൈസ്തവ സഭ ജൂബിലി വർഷമായി ആഘോഷിക്കുന്ന ഈ കാലയളവിൽ മന്യമാതാ ബസിലിക്കയിലെ വിശ്വാസ പരിശീലന വർഷ ആരംഭത്തിൽ വിശ്വാസത്തിന്റെ വഴിയിലൂടെ പ്രത്യാശയെ നമുക്കൊന്നിച്ച് മുന്നേറാം. ആദ്യമേ 11ാം ക്ലാസ്സിലെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ സ്വർഗാരോഹണ തിരുനാൾ ആശംസകൾ. യേശുവിന്റെ സ്വർഗാരോഹണം പെസഹ കാലഘട്ടത്തിലെ ഒരു പ്രധാന കാര്യത്തിന്റെ പൂർത്തീകരണമാണ്. സുവിശേഷത്തിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലും യേശു സ്വർഗാരോഹണം ചെയ്തതായി ഒട്ടനവധി തവണ നാം വായിക്കുന്നുണ്ട്. അല്ലയോ തിയോഫിലസ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ലൂക്കായുടെ സുവിശേഷത്തിലും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിലും ബഥാനിയായ്ക്കരികിലുള്ള ഒലിവ് മല മുതൽ യേശുവിന്റെ കുരിശുമരണവും ഉത്ഥാനവും 40ാം ദിവസമുള്ള സ്വർഗാരോഹണവും നാം ധ്യാനിക്കുന്നു. യേശു സ്വർഗാരോഹണം ചെയ്യാതെ നമ്മോടൊപ്പം എന്നേക്കുമായി ഭൂമിയിൽ വസിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യാവതാരം സ്വീകരിച്ച് ഭൂമിയിൽ ജീവിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തു. ഒരു നല്ല മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് യേശു കടന്നുപോയി. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിത്യനായി എന്നേക്കുമായി ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നിത്യതയിലേക്ക് കടന്നു വരുന്ന മനുഷ്യരെ സ്വീകരിക്കാനായി കാത്തിരിക്കുവാനാണ് യേശു ആഗ്രഹിക്കുന്നത്. ഇതിനായി ഒരു സഹായകനെ അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ. ഈ സഹായകൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹാ. സ്വർഗാരോഹണ തിരുനാൾ കൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത് നാം എല്ലാവരും വീണ്ടും ക്രിസ്തുവിൽ പുനർജീവിക്കണമെന്നാണ്. അവിടുത്തെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അവിടുത്തെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു, അവിടുത്തെ തിരിച്ചുവരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. വിശ്വാസവും നീതിയും കാരുണ്യവും നിറഞ്ഞവരായി ജീവിക്കാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നു. ഇപ്രകാരം ജീവിക്കുമ്പോൾ നാം എല്ലാവരും ക്രിസ്തുവിൽ വീണ്ടും പുനർജീവിക്കുന്നു. ക്രിസ്തു ആഹ്വാനം ചെയ്തതുപോലെ അതുപോലെ നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും നല്ലൊരു സ്വർഗാരോഹണ തിരുനാൾ ആശംസകൾ.